ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും യുകട്ട് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത് വളരെ നല്ലൊരു ആപ്പാണ്. ഞാൻ കുറേ ആപ്പ് യൂട്യൂബിന് വേണ്ടി നോക്കിയിട്ടും ഇതാണ് വളരെ നല്ലതായിട്ട് തോന്നിയത്. ഇവിടെ ആ പ്ലസ് സൈൻ ഉണ്ട്, അതിൽ പ്രസ് ചെയ്തുകൊണ്ട് ന്യൂ പ്രൊജക്റ്റാണ് കൊടുക്കേണ്ടത്. താഴെ ഡ്രാഫ്റ്റും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഗാലറിയിലെ വീഡിയോസ് അല്ലെ ഫോട്ടോസിലേക്ക് പോകും. നമുക്ക് വേണ്ടിയ ടൈല് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ 2 എണ്ണം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് താഴെ ലിസ്റ്റ് ചെയ്ത് വന്നു. എന്നിട്ട് ആരോ മാർക്കിൽ പ്രസ് ചെയ്യുക. അപ്പോഴേക്കും യുകട്ടിലേക്ക് നമ്മൾ പോയി. അവിടെ ഞാനിപ്പോൾ ആ വോളിയം അത് ബാർ ചെയ്തിരിക്കുകയാണ്. അതായത് വീഡിയോയുടെ വോളിയം വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ പ്രസ് ചെയ്താൽ മതി. ഇനി ഇവിടെ പലതരം സെറ്റിങ്സ് ഇതുപോലെയുണ്ട്. അതിൽ വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അത് വളരെ നല്ലതാണ്. അതുപോലെ വോളിയമുണ്ട്, അതൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ടിയതാണ്. ഇതിപ്പോൾ റെക്കോർഡിങ്ങിലാണ്. അതിവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പറയുന്ന സൗണ്ട് റെക്കോർഡ് ചെയ്യും. ഇവിടെ തന്നെ ഡിലീറ്റും ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ ഓഡിയോ ക്ലിപ്പ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. ഇവിടെ ഞാൻ സേവ് ചെയ്യുന്ന ഒരു മേളിലൊരു ടിക്കുണ്ട്, അതിൽ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഈ റെക്കോർഡ് ചെയ്ത ഓഡിയോ ക്ലിപ്പ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡ്രാഗ് ചെയ്യാം. അതുപോലെ ചെറുതാക്കാം, അതുപോലെ അത് വലുതാക്കാം. ഇനി അതിൻ്റെ തന്നെ വോളിയം ചെയ്യുന്നത് ഇതുപോലെ സ്ലൈഡ് ചെയ്താൽ മതി. അവിടെയും മേളിലൊരു ടിക്ക് കണ്ടല്ലോ, അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവും. ഇനി ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതിലൊരു നല്ല ഓപ്ഷനാണ് ടെസ്റ്റ്. നമ്മൾ ടെസ്റ്റ് എഴുതാൻ വേണ്ടി ഇനി ഇവിടെ അതായത് പല വീഡിയോ ക്ലിപ്പ് ഉള്ളപ്പോൾ അതിൻ്റെ ഓർഡർ ശരിയാക്കാൻ വേണ്ടി ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്ത് മുന്നോട്ടും പുറകോട്ടും ഒക്കെ ആക്കാം. എന്നിട്ട് ഇത് അവിടെ ടിക്ക് ചെയ്താൽ അങ്ങനെ ഓക്കെ ആവും. ഇനി നമുക്ക് ടെസ്റ്റാണ് ഞാനിപ്പോൾ ടച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് എഴുതാൻ വേണ്ടിയാണ്. ഞാൻ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് ഇൻപുട്ട് ടൂൾ എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ എഴുതുന്നു. അല്ലെ നിങ്ങളാണ് ടൈപ്പ് ചെയ്താലും മതി. അപ്പോൾ ഇവിടെ ബേഡ് എന്ന് എഴുതി, അതും ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ വലുതാക്കാൻ പറ്റും. അതുപോലെ ആ ഇൻറ്റു സൈൻ ബ്ലാക്ക് ഉണ്ടല്ലോ, അതേ തൊട്ട് കഴിഞ്ഞാൽ അത് ക്യാൻസലാവും. കണ്ടോ, ഇപ്പോൾ അത് ക്യാൻസലായി. ഒന്നുകൂടെ ചെയ്യാം. ഇനി ഇതിൻ്റെ കളറ്, ആ ടെക്സ്റ്റിൻ്റെ കളർ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു ബാറുണ്ട് താഴെ. അവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഗ്രീൻ ആക്കി. എന്നിട്ട് ടിക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ തന്നെ ആനിമേഷൻ, ആ ഡിസ്പ്ലേ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ടെസ്റ്റ് കണ്ടോ. ഇതുപോലെ പല രീതിയിൽ ആ വീഡിയോയിലേക്ക് ചാടി വരുന്നുണ്ട്. കണ്ടോ, താഴോട്ട് പോകുന്നു, മുകളിലേക്ക് പോകുന്നു, വശങ്ങളിലേക്ക്, അതുപോലെ കറങ്ങുന്നത്. ഇപ്പം ഞാനൊരു കറങ്ങുന്നത് അങ്ങ് ഇട്ട് കൊടുത്തു. അത് ഇന്നാണ്, അതായത് ഈ വീഡിയോയിലേക്ക് ആദ്യം വന്ന് ചാടുന്നത്. ഇനി ഔട്ടുണ്ട്, കണ്ടോ, അത് വശങ്ങളിലേക്ക് പോകുന്നതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ടിക്ക് ചെയ്യുക. നമുക്കത് എങ്ങനെ വരുന്നതെന്ന് നോക്കാം. അതിനെ അവിടെ പ്ലേ ചെയ്യണം. കണ്ടോ, അവിടെ പ്ലേ ചെയ്ത് കഴിയുമ്പം അത് കറങ്ങിയിട്ട് വശങ്ങളിലേക്ക് പോകുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സെലക്ട് ചെയ്യാം. ഇവിടെയും ടെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളിടത്തോളം നീട്ടിക്കൊണ്ട് പോകാം. അല്ലെങ്കിൽ അല്പനേരം മതിയെങ്കിൽ അത് ചെറുതാക്കാം.
ഇനി ബാക്ക് കൊടുത്തു. ബാക്ക് അങ്ങ് കൊടുക്കുമ്പോൾ നമുക്കത് ഇതുപോലെ ചിലപ്പം ക്ലോസ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അത് നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യുന്നെടുക്കാം, പിന്നെ അതെടുക്കാൻ പറ്റും. കാരണം നമ്മൾ ചിലപ്പം വർക്ക് നിർത്തിയിട്ട് പോകുമ്പം നമുക്ക് അങ്ങനെ കൊടുത്തിട്ട് പോകാൻ പറ്റും. ഇനി സൗണ്ടിൻ്റെ സിമ്പൽ കണ്ടോ? സൗണ്ട് അത് മ്യൂസിക്കാണ്. മ്യൂസിക്കിൻ്റെ ഇത് ഞാൻ ബ്ലൂ സ്കൈസ് എന്ന് പറഞ്ഞ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഈ യുകട്ടിന് തന്നെ ഇഷ്ടംപോലെ സോങ്സ് ഉണ്ട്. അതിൽ കോപ്പറേറ്റ് ഒന്നും ഇല്ലാത്തത് നോക്കി സെലക്ട് ചെയ്യണം. ഇവിടെ ഇതിൻ്റെ ഡ്യൂറേഷനാണ്, എത്ര നേരം വേണമെന്നുള്ളത് ഈ സോങ് നിങ്ങളുടെ വീഡിയോയിലേക്ക്. അപ്പം നിങ്ങൾ ആദ്യം വീഡിയോയുടെ ലെങ്ത് നോക്കിയിട്ട് വേണം പോകാൻ. നിങ്ങൾക്ക് 1 മിനിറ്റിൻ്റെ വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ആ സമയത്ത് മാത്രം മതിയെങ്കിൽ അങ്ങനെ ഇവിടെ ഡ്രാഗ് ചെയ്ത് നിങ്ങളുടെ ടൈം സെലക്ട് ചെയ്യാം. ഇത് ഞാൻ ഒരല്പനേരത്തേക്ക് മാത്രമേ സൗണ്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇവിടെ യൂസ് എന്നുള്ള ബട്ടൺ കണ്ടോ, അത് ആ ഓറഞ്ച് ബട്ടൺ പ്രസ് ചെയ്തു. നമ്മുടെ സോങ് ഇതിലേക്ക് വന്നു കഴിഞ്ഞു. ഇവിടെയും അതെ, അത് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ സോങ് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. ഉണ്ടോ, ഈ ലൈനിൽ ഇവിടെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഈ ലൈനിൽ അവിടെ വെച്ച് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വീഡിയോയുടെ ഏതെങ്കിലും ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ അത് പതിയെ കൈകൊണ്ട് തന്നെ സ്ലൈഡ് ചെയ്ത് കണ്ടോ ഇതുപോലെ അത്രയും കട്ട് ചെയ്യാൻ പറ്റും. അത് ഇടത്തോട്ടും വലത്തോട്ടും കട്ട് ചെയ്യാൻ പറ്റും. അതായത് അങ്ങോട്ടുള്ളതും അതുപോലെ ഇങ്ങോട്ടുള്ളതും കട്ട് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് വീഡിയോയിൽ ടച്ച് ചെയ്താലേ ഉള്ളൂ. ഇതിപ്പം അറിയാതെ ടച്ച് ചെയ്തപ്പോൾ അങ്ങോട്ട് പോയി. വീഡിയോയുടെ ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് കണ്ടോ. ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറ്റാം. പിന്നെ സേവ് ചെയ്യാൻ വേണ്ടി ഇതുണ്ട്, റെസൊല്യൂഷൻ 450 പല റെസൊല്യൂഷൻ ഉണ്ട്. അതുപോലെ ഫ്രെയിമിൻ്റെ സ്പീഡ് പലതുണ്ട്. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക. അപ്പോൾ അവരുടെ യുകട്ടിന് പരസ്യമുണ്ട്. അപ്പോൾ ആ പരസ്യത്തിൻ്റെ അത് വേണ്ടാന്നുള്ളത് കൊടുത്തു. അപ്പോൾ സേവായി.